ഹലോ നമസ്കാരം കൂട്ടുകാരെ. നമ്മൾ കറണ്ട് അഫെയർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ് പത്മ അവാർഡ്. പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ പോലുള്ള പത്മ അവാർഡുകൾ ഒഴിച്ചുകൂടാൻ കഴിയില്ല. അപ്പോൾ 2023 പത്മ അവാർഡ് ആർക്കൊക്കെയാണ് ലഭിച്ചത് എന്ന് നോക്കാം. പത്മവിഭൂഷൺ ലഭിച്ചത് 6 പേർക്കാണ്. പത്മവിഭൂഷൺ ലഭിച്ചത് 6 പേർക്കാണ്. പത്മഭൂഷൺ ലഭിച്ചത് 9 പേർക്കാണ്. പത്മഭൂഷൺ 9 പേർക്ക് ലഭിച്ചു. പത്മശ്രീ 91 പേർക്ക് ലഭിച്ചു. പത്മശ്രീ ലഭിച്ചത് 91 പേർക്ക്. അതിൽ 4 മലയാളികളും കൂടെ ഉൾപ്പെടുന്നു. 4 മലയാളികൾ ഉൾപ്പെടെ 91 പേർക്കാണ് പത്മശ്രീ അവാർഡ് ലഭിച്ചത്. നോക്കാം ആർക്കൊക്കെയാണ് ലഭിച്ചത്. ഓക്കെ, നമ്മൾ പറഞ്ഞു പത്മവിഭൂഷൺ ലഭിച്ചത് 6 പേർക്കാണ്. 6 പേർക്ക്. ഒന്ന് ദിലീപ് മഹലനോബിസ്. ദിലീപ് മഹലനോബിസ് ORSന്റെ പിതാവാണ് ദിലീപ് മഹലനോബിസ്. മരണാനന്തരമാണ് ദിലീപ് മഹലനോബിസിന് പത്മവിഭൂഷൺ ലഭിച്ചത്. അടുത്തത് ബാലകൃഷ്ണ ദോഷി. ബാലകൃഷ്ണ ദോഷി വാസ്തുശില്പിയാണ് അദ്ദേഹം. മരണാനന്തരമാണ് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ചത്. ബാലകൃഷ്ണ ദോഷി വാസ്തുശില്പി. അടുത്തത് SM കൃഷ്ണ. SM കൃഷ്ണ കർണാടക മുൻ മുഖ്യമന്ത്രി. കർണാടക മുൻ മുഖ്യമന്ത്രിയായ SM കൃഷ്ണയ്ക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചത്. അടുത്തത് സക്കീർ ഹുസൈൻ. സക്കീർ ഹുസൈന് തബല വിദ്വാനാണ്. മഹാരാഷ്ട്രക്കാരനാണ് ഇദ്ദേഹം, സക്കീർ ഹുസൈൻ. അടുത്തത് മുലായം സിംഗ് യാദവ്. മുലായം സിംഗ് യാദവ് UP മുൻ മുഖ്യമന്ത്രിയായിരുന്നു. മരണാനന്തരമാണ് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിക്കുന്നത്. അടുത്തത് ശ്രീനിവാസ വരദൻ. ഗണിതശാസ്ത്രജ്ഞനായ ശ്രീനിവാസ വരദനാണ് അടുത്തതായി പത്മവിഭൂഷൺ ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു പത്മവിഭൂഷൺ ലഭിച്ചത് 6 പേർക്കാണ്. ആരൊക്കെയാണ് ഒന്നുകൂടെ നോക്കാം. ദിലീപ് മഹലനോബിസ് ORSന്റെ പിതാവ്, ബാലകൃഷ്ണ ദോഷി വാസ്തുശില്പി, SM കൃഷ്ണ കർണാടക മുൻ മുഖ്യമന്ത്രി, സക്കീർ ഹുസൈൻ തബല വിദ്വാൻ, മുലായം സിംഗ് യാദവ് UP മുൻ മുഖ്യമന്ത്രി, ശ്രീനിവാസ വരദൻ ഗണിതശാസ്ത്രജ്ഞനാണ്. ഓക്കെ, ക്ലിയർ അല്ലേ. അടുത്തത് പത്മഭൂഷൺ ലഭിച്ചത് എത്ര പേർക്കാണെന്ന് നോക്കാം. 9 പേർക്കാണെന്ന് പറഞ്ഞു അല്ലേ. നോക്കാം. വാണി ജയറാം, തമിഴ് ഗായികയായ വാണി ജയറാം. 2 സ്വാമി ചിന്നജിയാർ, ആത്മീയത. സ്വാമി എന്ന് പറയുമ്പോൾ ആത്മീയത കണക്ട് ചെയ്യുക. സ്വാമി ചിന്നജിയാർ, ആത്മീയത. സുമൻ കല്യാൺപൂർ, ഗായിക. സുമൻ കല്യാൺപൂർ, ഗായിക. സുധാമൂർത്തി, സോഷ്യൽ വർക്കർ. സുധാമൂർത്തി, സോഷ്യൽ വർക്കർ. കുമാരമംഗലം ബിർള, വ്യവസായം. കുമാരമംഗലം ബിർള, ബിർള വ്യവസായം. കപിൽ കപൂർ, ഭാഷാ പണ്ഡിതൻ. കപിൽ കപൂർ, ഭാഷാ പണ്ഡിതൻ. SL ഭൈരപ്പ, SL ഭൈരപ്പ, ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. അടുത്തത് ദീപക് ദർ. ദീപക് ദർ എന്താണ്? സയൻസ് ആൻഡ് ടെക്നോളജി. സയൻസ് ആൻഡ് ടെക്നോളജി ആരാണ്? ദീപക് ദർ ആണ്. അടുത്തത് കമലേഷ് D പട്ടേൽ. കമലേഷ് D പട്ടേൽ എന്താണ്? ആത്മീയത. കമലേഷ് D പട്ടേൽ, ആത്മീയത. അപ്പോൾ ആത്മീയതയ്ക്ക് 2 പേർക്ക് ലഭിച്ചു. സ്വാമി ചിന്നജിയാർ, കമലേഷ് D പട്ടേൽ. ഓക്കെ, ക്ലിയർ അല്ലേ. ഒന്നുകൂടെ പറയാം. വാണി ജയറാം, തമിഴ് ഗായിക. സ്വാമി ചിന്നജിയാർ, ആത്മീയത. സുമൻ കല്യാൺപൂർ, ഗായിക. സുധാമൂർത്തി, സോഷ്യൽ വർക്കർ. കുമാരമംഗലം ബിർള, വ്യവസായം. കപിൽ കപൂർ, ഭാഷാ പണ്ഡിതൻ. SL ഭൈരപ്പ, ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. ദീപക് ദർ, സയൻസ് ആൻഡ് ടെക്നോളജി. കമലേഷ് D പട്ടേൽ, ആത്മീയത. അടുത്തത് പത്മശ്രീ. പത്മശ്രീ ലഭിച്ചത് 91 പേർക്കാണ്. 4 മലയാളികൾ ഉൾപ്പെടെ 91 പേർക്ക് പത്മശ്രീ ലഭിച്ചു. അതിൽ ആദ്യത്തെ മലയാളി VP അപ്പുക്കുട്ടൻ പൊതുവാൾ. VP അപ്പുക്കുട്ടൻ പൊതുവാൾ ഗാന്ധിയൻ. ചെറുവയൽ രാമൻ കർഷകനാണ്. ചെറുവയൽ രാമൻ കർഷകൻ, വയനാട്ടിലെ കർഷകനാണ് ചെറുവയൽ രാമൻ. CA ഐസക് ചരിത്രകാരനാണ്. CA ഐസക് ചരിത്രകാരൻ. SRD പ്രസാദ് എന്താണ്? കായികം, കളരി എന്നീ വിഭാഗങ്ങളിൽ നിന്നാണ് SRD പ്രസാദിനെ തിരഞ്ഞെടുത്തത്. എന്തിന്? പത്മശ്രീക്ക്. അപ്പോൾ പത്മശ്രീ ലഭിച്ച 4 മലയാളികൾ ആരെല്ലാമാണ്? അവരുടെ മേഖലയും കൂടെ ചോദിക്കുക. അപ്പോൾ അതും കൂടെ കണക്ട് ചെയ്ത് പഠിക്കുക. VP അപ്പുക്കുട്ടൻ പൊതുവാൾ ഗാന്ധിയൻ. VP അപ്പുക്കുട്ടൻ പൊതുവാൾ ഗാന്ധിയൻ. ചെറുവയൽ രാമൻ കർഷകൻ. എവിടത്തെ? വയനാട്ടിലെ. അപ്പോൾ ചെറുവയൽ രാമൻ കർഷകൻ. CA ഐസക് ചരിത്രകാരൻ. CA ഐസക് ചരിത്രകാരൻ. SRD പ്രസാദ് കായികം, കളരി. SRD പ്രസാദ് കായികം, കളരി. ക്ലിയർ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ പത്മ അവാർഡുകൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കുക. നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ഒരു ക്വസ്റ്റ്യൻ മസ്റ്റായിട്ടും വരുന്നതായിരിക്കും. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.